അടുത്ത വീടുകളിൽ ഉള്ള കുട്ടികളെല്ലാം യേശുവിൻ്റെ പ്രസംഗം കേൾക്കുവാൻ പോകുന്നു എന്നും തനിക്കും കൂടി പോകണമെന്നും ആ ബാലൻ പറഞ്ഞപ്പോൾ അമ്മയ്ക്ക് സന്തോഷമായി. അവന് കഴിക്കുവാൻ ഒരു ചെറിയ പൊതി തയ്യാറാക്കി അമ്മ അവനെ വിട്ടു. പോകുമ്പോൾ പറഞ്ഞു, പൊതി സൂക്ഷിച്ചോണേ, വിശക്കുമ്പോൾ കഴിക്കുവാൻ മറക്കരുത്. അമ്മ കൊടുത്ത പൊതിയും അടുക്കി പിടിച്ച് അവൻ പ്രസംഗം കേൾക്കുവാൻ വന്ന ആയിരക്കണക്കിന് ആളുകളുടെ മുൻനിരയിലിരുന്നു. യേശുവിൻ്റെ പ്രസംഗം കേട്ടിരുന്നപ്പോൾ വിശപ്പ് തോന്നിയതേയില്ല. ഇടയ്ക്ക് യേശു പ്രസംഗം നിർത്തിയിട്ട് തൻ്റെ ശിഷ്യന്മാരോട് എന്തോ പറയുന്നു. അതവൻ കേട്ടു. അതെന്താകുന്നു എന്ന് കേൾക്കുവാൻ അവൻ ശ്രമിച്ചു. യേശു ഫിലിപ്പോസിനോട് പറയുന്നു, ഫിലിപ്പോസേ, ഈ പാവം മനുഷ്യർ വിശന്നിരിക്കുകയാണ്, അവർക്കെന്തെങ്കിലും ഭക്ഷിക്കുവാൻ കൊടുക്കണം എന്ന്. ഫിലിപ്പോസിന് എന്ത് ചെയ്യണമെന്നറിയില്ല. കർത്താവേ, അവരെ പറഞ്ഞു വിട്ടാൽ അവർ വീട്ടിൽ പോയി ഭക്ഷിച്ചോളും എന്ന് ഫിലിപ്പോസും മറ്റ് ശിഷ്യന്മാരും പറഞ്ഞു. യേശുവിൻ്റെ കൂടെയുള്ളവർക്ക് ഭക്ഷിപ്പാൻ തീർച്ചയായും അവർ കരുതിയിട്ടുണ്ടാകും. അതുകൊണ്ടായിരിക്കും യേശു പറഞ്ഞത്, നിങ്ങൾ അവർക്ക് ഭക്ഷിപ്പാൻ കൊടുപ്പീനെന്ന്. ഇത് കേട്ടുകൊണ്ടിരുന്ന ബാലൻ ശിഷ്യന്മാരുടെ കൂട്ടത്തിൽ ഏറ്റവും പുറകിൽ നിന്നിരുന്ന അന്ത്രയോസിൻ്റെ അടുത്ത് എന്ന് പറഞ്ഞു, ചേട്ടാ, എൻ്റെ കയ്യിൽ 5 അപ്പവും 2 മീനുമുണ്ട്, വേണമെങ്കിൽ ഞാനത് തരാമെന്ന് യേശുവിനോടൊന്ന് പറയാമോ? അത്രയും കൊണ്ട് പ്രത്യേകിച്ചൊന്നും സംഭവിക്കാനില്ല എന്ന് ചിന്തിച്ച് തന്നെ അന്ത്രയോസ് യേശുവിനോട് പറഞ്ഞു, ഇവിടെ 5 യവത്തപ്പവും 2 മീനും ഒരു ബാലൻ തരുവാൻ തയ്യാറാകുന്നു എന്ന്. പിന്നെ സംഭവിച്ചത് ചരിത്രമാകുന്നു. ആയിരക്കണക്കിന് ആളുകൾ തിന്ന് തൃപ്തരായി. തിന്നവർക്കും തൃപ്തി, തൻ്റെ കയ്യിലിരുന്ന അപ്പം കൊടുത്ത ബാലനും തൃപ്തി. നമ്മുടെ എല്ലാ പക്കൽ ദൈവം തന്നിട്ടുള്ള വകകളുണ്ട്. അത് ദൈവം ഉപയോഗിക്കുവാനായി അവൻ്റെ കരങ്ങളിലേക്ക് നാം നൽകുമോ? നമ്മുടെ സമയമാകാം, നമ്മുടെ കഴിവുകളാകാം, നമ്മുടെ സമ്പത്താകാം, നമ്മുടെ സ്വാധീനമാകാം. അങ്ങനെ പോകുന്നു ആ ലിസ്റ്റ്. കർത്താവ് അത് ആയിരങ്ങൾക്ക് അനുഗ്രഹമാക്കും. നമുക്ക് കർത്താവ് ചെയ്ത ആ അത്ഭുതം ഒന്ന് വിശദമായി പഠിക്കാം. വിശുദ്ധ യോഹന്നാൻ എഴുതിയ സുവിശേഷം 6-ാം അധ്യായത്തിലാണല്ലോ അത്. 6-ാം അധ്യായത്തിൻ്റെ ആദ്യത്തെ 15 വാക്യങ്ങൾ നമുക്ക് ഒരുമിച്ച് ചിന്തിക്കാം. വിശുദ്ധ യോഹന്നാന്റെ സുവിശേഷം 5-ാം അധ്യായം നാം പഠിച്ചു കഴിഞ്ഞല്ലോ. അടുത്ത അധ്യായം വളരെയേറെ വ്യത്യസ്തതകളുള്ള ഒന്നത്രേ. 5-ാം അധ്യായത്തിൽ യെരുശലേമിലെ പ്രവർത്തനവും 6-ാം അധ്യായത്തിൽ ഗലീലയിലെ പ്രവർത്തനവും യോഹന്നാൻ വിവരിക്കുന്നു. 5-ാം അധ്യായത്തിൽ ദൈവപുത്രനായും 6-ാം അധ്യായത്തിൽ മനുഷ്യപുത്രനായും യോഹന്നാൻ യേശുവിനെ അവതരിപ്പിക്കുന്നു. 5-ാം അധ്യായത്തിൽ യേശു ജീവന്റെ ഉത്ഭവ സ്ഥാനമാണെങ്കിൽ 6-ാം അധ്യായത്തിൽ അവൻ ജീവന്റെ പരിത്രാതാവാണ്. 5-ാം അധ്യായത്തിൽ പ്രധാന ഉദ്ദേശം ക്രിസ്തുവിന് പിതാവിനോടുള്ള ബന്ധമാണെങ്കിൽ 6-ാം അധ്യായത്തിൽ ക്രിസ്തുവിന് വിശ്വാസികളോടുള്ള ബന്ധമാണ്. 4 സുവിശേഷങ്ങളിലും രേഖപ്പെടുത്തിയിട്ടുള്ള 5000 പോഷിപ്പിക്കുന്ന അതിശയ പ്രവൃത്തി ഈ അധ്യായത്തിൽ നാം കാണുന്നു. ഈ സുവിശേഷത്തിൽ മാത്രം യേശു ഈ അതിശയത്തെ തുടർന്ന് ജീവന്റെ അപ്പത്തെക്കുറിച്ച് പറഞ്ഞു കൊടുക്കുന്നതായി കാണുന്നു. യോഹന്നാൻ ഏതാനും അതിശയ പ്രവൃത്തികളെ രേഖപ്പെടുത്തിയിട്ടുള്ളൂ. അതിശയ പ്രവൃത്തികളെ യോഹന്നാൻ അടയാളം എന്നാണ് വിളിച്ചിരിക്കുന്നത് എന്ന് നാം കണ്ടു. കാരണമുണ്ട്, അടയാളങ്ങൾക്ക് ഒരു പ്രത്യേക ഉദ്ദേശമുണ്ടായിരിക്കും. യോഹന്നാന്റെ സുവിശേഷം 20-ാം അധ്യായത്തിന്റെ 30ഉം 31ഉം വാക്യങ്ങളിൽ നാം ഇപ്രകാരം വായിക്കുന്നു. യോഹന്നാൻ 20-ന്റെ 30ഉം 31ഉം, ഈ പുസ്തകത്തിൽ എഴുതിയിരിക്കുന്നതല്ലാതെ മറ്റനേകം അടയാളങ്ങളും യേശു തന്റെ ശിഷ്യന്മാർ കാണുക ചെയ്തു. എന്നാൽ യേശു ദൈവപുത്രനായ ക്രിസ്തു എന്ന് നിങ്ങൾ വിശ്വസിക്കേണ്ടതിനും വിശ്വസിച്ചിട്ട് അവന്റെ നാമത്തിൽ നിങ്ങൾക്ക് ജീവൻ ഉണ്ടാകേണ്ടതിനും ഇത് എഴുതിയിരിക്കുന്നു. ഇത് വളരെ പ്രധാനപ്പെട്ട വാക്യങ്ങളാണ്. ഈ സുവിശേഷം മനസ്സിലാക്കുന്നതിനുള്ള താക്കോലാണ് ഈ വാക്യം. തുടർന്ന് യേശു 5000 പോഷിപ്പിക്കുന്നതായി നാം കാണുന്നു. അതിൽ നിന്നും താൻ ദൈവത്തിന്റെ യഥാർത്ഥ അപ്പമാകുന്നു എന്ന വസ്തുത വെളിവാക്കുന്ന പഠിപ്പീരും ഉണ്ടാകുന്നു. വിശുദ്ധ യോഹന്നാന്റെ സുവിശേഷം 6-ാം അധ്യായത്തിന്റെ 1-ാം വാക്യം, അനന്തരം യേശു തിബരിയോസ് എന്ന ഗലീലക്കടലിന്റെ അക്കരയ്ക്ക് പോയി. അനന്തരം എന്ന് ഇവിടെ പറഞ്ഞിരിക്കുന്നത് എന്തിനു ശേഷമാണ്?
അതെ, 5-ാം അധ്യായത്തിൽ രേഖപ്പെടുത്തിയിരിക്കുന്ന കാര്യങ്ങൾക്ക് ശേഷം എന്നർത്ഥം. യേശു യെരുശലേമിൽ നിന്ന് വാങ്ങിപ്പോയിട്ട് യോർദാൻ നദിയുടെ കിഴക്കേ തീരത്ത് വന്നെത്തി എന്ന് വിചാരിക്കാവുന്നതാണ്. അവിടെ നിന്നും ഗലീലക്കടൽ അക്കരെ കടന്ന് വടക്ക് ഭാഗത്ത് ചെന്ന് ചേർന്നു. 5-ാം അധ്യായത്തിലെ സംഭവത്തിന് ഏകദേശം 6 മാസങ്ങൾക്ക് ശേഷമാണ് ഇത് സംഭവിച്ചത്. അതുപോലെ തന്നെ യേശുവിന്റെ ക്രൂശീകരണത്തിന് ഏകദേശം 1 വർഷം മുൻപുള്ള സംഭവം അത്ര ഇത്. യോഹന്നാൻ സൂചിപ്പിച്ചിട്ടുള്ള പെരുന്നാളുകൾ അനുസരിച്ചാണ് സംഭവങ്ങളുടെ കാലം നിർണയിക്കുവാൻ കഴിയുന്നത്. യോഹന്നാൻ തന്റെ സുവിശേഷം ഭൂമിശാസ്ത്രപരമായും സമയത്തിനനുസരിച്ചും ബന്ധപ്പെടുത്തിയിരിക്കുന്നു. സ്വർഗത്തിന്റെ മഹിമയിൽ നിന്ന് വന്നവൻ, വചനം ജഡമായി തീർന്നവൻ, നമ്മുടെ ഇടയിൽ തന്റെ കൂടാരം അടിച്ചവൻ, ഗലീല കടലിന്റെ തീരത്തുകൂടി നടന്നവൻ, കാനാവിലും നസ്രേത്തിലും കപർന്നഹൂമിലും ബത്സയിദയിലും യെരുശലേമിലും ദെക്കപ്പൊലി നാട്ടിലും കൂടി കടന്നുപോയവൻ. അതെ, യേശു, ദൈവമായ യേശു. ഇവിടെ നാം വായിക്കുന്നത്, അനന്തരം യേശു തിബെരിയോസ് എന്ന ഗലീല കടലിന്റെ അക്കരയ്ക്ക് പോയി എന്നാണ്. യഹൂദന്മാരുടെ പെസഹ പെരുന്നാൾ അടുത്തിരുന്നു എന്ന് യോഹന്നാൻ പറയുന്നു. ആയതിനാൽ യേശു ഗലീല ദേശത്ത് മടങ്ങി വന്നിരുന്നു എന്ന് നമുക്ക് കരുതാവുന്നതത്രേ. 5-ാം അധ്യായത്തിൽ യേശു യെരുശലേമിൽ ആട്ടുവാതിൽക്കൽ പോയിരുന്നു എന്ന് നാം വായിക്കുന്നു. 5-ാം അധ്യായത്തിലെയും 6-ാം അധ്യായത്തിലെയും സംഭവങ്ങൾക്കിടയിൽ 1 വർഷത്തെ ഇടവേളയുണ്ടെന്ന് വ്യാഖ്യാതാക്കൾ അഭിപ്രായപ്പെടുന്നുണ്ട്. യേശു പോയ സ്ഥലം ബത്സയിദ ആണെന്ന് ലൂക്കോസ് മാത്രമേ പറയുന്നുള്ളൂ. ലൂക്കോസിന്റെ സുവിശേഷം 9-ാം അധ്യായത്തിന്റെ 10-ാം വാക്യത്തിൽ യേശു പോയ സാഹചര്യവും യോഹന്നാൻ പറയുന്നില്ല. യോഹന്നാൻ സ്നാപകന്റെ മരണവാർത്ത ശിഷ്യന്മാരിൽ നിന്ന് അറിഞ്ഞതിനെ തുടർന്നാണിത് എന്ന് വിശുദ്ധ മത്തായി പറയുന്നു. 12 നിയോഗത്തിൽ നിന്ന് അവർ മടങ്ങി വന്നതിന് ശേഷമാണ് ഈ യാത്ര എന്ന് ലൂക്കോസ് പറയുന്നു. അല്പം വിശ്രമത്തിനുള്ള വിരമിക്കലായിരുന്നു ഇതെന്ന് വിശുദ്ധ മർക്കോസ് രേഖപ്പെടുത്തുന്നുമുണ്ട്. ഇനിയും 6-ാം അധ്യായത്തിന്റെ 2-ാം വാക്യം നോക്കിക്കാട്ടെ. അവിടെ നാം വായിക്കുന്നത്, അവൻ രോഗികളിൽ ചെയ്യുന്ന അടയാളങ്ങളെ കണ്ടിട്ട് ഒരു വലിയ പുരുഷാരം അവന്റെ പിന്നാലെ ചെന്നു. രക്ഷയ്ക്കായി യേശുവിൽ വിശ്വസിക്കുന്നവരല്ലായിരുന്നു ഈ വലിയ പുരുഷാരം. അവർ അവനിൽ ആശ്രയിച്ചിരുന്നില്ല എന്ന് ചുരുക്കം. അവർക്ക് അവന്റെ അത്ഭുത പ്രവർത്തനങ്ങളിലാണ് താല്പര്യം. അവരെ സൗഖ്യമാക്കുവാൻ കഴിയും എന്നതുകൊണ്ട് അവർക്ക് അവനെ ആവശ്യമുണ്ടായിരുന്നു. പ്രിയ സഹോദര സഹോദരി, നമ്മുടെ ഭൗതിക ശരീരത്തെ ശരിയാക്കുക എന്നതല്ലായിരുന്നു നമ്മുടെ കർത്താവിന്റെ ദൗത്യം. നമ്മുടെ ഹൃദയത്തിൽ കർത്താവായി വാഴുവാനാണ് അവിടുന്ന് ആഗ്രഹിക്കുന്നത്. മനുഷ്യനിലുള്ളത് എന്ത് എന്ന് സ്വതവേ അറിഞ്ഞിരിക്കയാൽ തനിക്ക് മനുഷ്യനെക്കുറിച്ച് യാതൊരുത്തന്റെയും സാക്ഷ്യം ആവശ്യമായിരുന്നില്ല എന്ന് യോഹന്നാൻ പറയുവാൻ കാരണം ഇതത്രേ. യെരുശലേമിലെ ജനങ്ങൾക്ക് യേശു തന്നെ വിശ്വസിച്ചേൽപ്പിച്ചു കൊടുത്തില്ല. ഇപ്പോൾ ഇതാ തന്റെ ചുറ്റും വന്നുകൂടിയിരിക്കുന്ന ഈ പുരുഷാരത്തിനും താൻ തന്നെ ഏൽപ്പിച്ചു കൊടുക്കുകയില്ല. അവൻ ചെയ്യുന്ന അതിശയ പ്രവർത്തനങ്ങൾ കാണുക എന്നത് മാത്രമായിരുന്നു അവരുടെ ഉദ്ദേശം. 6-ാം അധ്യായത്തിന്റെ 3-ാം വാക്യത്തിൽ നാം വായിക്കുന്നത്, യേശു മലയിൽ കയറി ശിഷ്യന്മാരോട് കൂടെ അവിടെ ഇരുന്നു. കപർന്നഹൂമിന് അടുത്തുള്ള മനോഹരമായ ഒരു പ്രദേശമായിരുന്നു അത്. യേശു മലയിൽ കയറി ശിഷ്യന്മാരോടുകൂടെ അവിടെ ഇരുന്നു. യഹൂദന്മാരുടെ പെസഹ പെരുന്നാൾ അടുത്തിരുന്നു എന്നും നാം വായിക്കുന്നു. 5-ാം വാക്യത്തിൽ നാം വായിക്കുന്നത്, യേശു വലിയൊരു പുരുഷാരം തന്റെ അടുക്കൽ വരുന്നത് കണ്ടിട്ട് ഫിലിപ്പോസിനോട്, ഇവർക്ക് തിന്നുവാൻ നാം എവിടെ നിന്ന് അപ്പം വാങ്ങും എന്ന് ചോദിച്ചു. ഫിലിപ്പോസ് ശാന്ത സ്വഭാവക്കാരനായ വ്യക്തിയായിരുന്നു. അവന് അധികം സംസാരിക്കുന്ന സ്വഭാവം ഇല്ലായിരുന്നു എന്ന് നമുക്ക് മനസ്സിലാക്കുവാൻ കഴിയുന്നുണ്ട്. യേശു ഈ സമയത്ത് ഫിലിപ്പോസിനെ പ്രത്യേകം വിളിച്ചു പറയുകയായിരുന്നു. അന്ത്രയോസും ഫിലിപ്പോസും ഒരുമിച്ച് കൂടി ആലോചിച്ചു എന്ന് 8-ാം വാക്യം അനുസരിച്ച് നമുക്ക് ചിന്തിക്കാവുന്നതത്രേ. അന്ത്രയോസും ഫിലിപ്പോസും വളരെ പ്രവർത്തന നിരതരായിരുന്നു. എന്നാൽ അവർ വളരെ കുറച്ച് മാത്രമേ സംസാരിക്കുമായിരുന്നുള്ളൂ. എന്നിരുന്നാലും അന്ത്രയോസാണ് ശിമോൻ പത്രോസിനെ യേശുവിന്റെ അടുത്തേക്ക് നയിച്ചത് എന്ന് നാം ഓർക്കണം. യേശുവിനെ കാണുവാൻ താല്പര്യമുണ്ട് എന്ന് പറഞ്ഞുകൊണ്ട് യവനന്മാർ ഫിലിപ്പോസിന്റെയും അന്ത്രയോസിന്റെയും അടുക്കൽ വന്നു എന്നും നാം വായിക്കുന്നുണ്ട്. എന്താണ് ചെയ്യേണ്ടത് എന്ന് തീരുമാനിക്കുവാനായി ഫിലിപ്പോസ് അന്ത്രയോസുമായി കൂടിയാലോചിക്കുന്നു. അങ്ങനെ അവരെ രണ്ടുപേരെയും ഒന്നിച്ച് നാം ഇവിടെ കാണുന്നു. യേശു ഫിലിപ്പോസിനോട് ഉപദേശം ആരായുകയല്ല ചെയ്തത്. എന്നാൽ പിന്നെ യേശു ഫിലിപ്പോസിനോട് ഈ ചോദ്യം ചോദിക്കുവാൻ കാരണം എന്താണ് എന്ന് നിങ്ങൾ ചിന്തിച്ചേക്കാം. 6-ാം വാക്യത്തിൽ നാം വായിക്കുന്നത്, ഇത് അവനെ പരീക്ഷിപ്പാൻ അത്രേ ചോദിച്ചത്.
താൻ എന്ത് ചെയ്യുവാൻ പോകുന്നു എന്ന് താൻ അറിഞ്ഞിരുന്നു. അവൻ ഫിലിപ്പോസിനെ പരീക്ഷിക്കുകയായിരുന്നു. ഇവിടെ പരീക്ഷിക്കുക എന്നതിന് പ്രലോഭിപ്പിക്കുക എന്ന അർത്ഥമല്ല, പരിശോധിക്കുക എന്ന അർത്ഥമാണ്. ഇങ്ങനെയുള്ള ഒരു പ്രതിസന്ധിയെ ഫിലിപ്പോസും മറ്റ് ശിഷ്യന്മാരും എങ്ങനെ അഭിമുഖീകരിക്കും എന്ന് അവരെ പരിശോധിക്കുകയായിരുന്നു. അവർ കർത്താവിൽ എന്തുമാത്രം ആശ്രയിക്കുമെന്ന് പരിശോധിക്കുകയായിരുന്നു. തൻ്റെ മക്കളുടെ ഓരോരുത്തരുടെയും ജീവിതത്തിൽ കർത്താവ് ഇങ്ങനെ പരീക്ഷ കൊണ്ടുവന്നു എന്ന് വന്നേക്കാം. എന്താണെന്ന് വെളിപ്പെടുത്താതെ തന്നെ നമുക്ക് അസാധ്യമെന്ന് തോന്നുന്നവ ചില കർത്തവ്യങ്ങൾ നമ്മുടെ മുൻപിൽ വയ്ക്കും. എങ്ങനെ എന്ന ചോദ്യം ഉന്നയിക്കാതെ അവയെ അനുസരിക്കുവാൻ നാം തയ്യാറാകണം. വളരെയേറെ ബുദ്ധിമുട്ടുകൾ മുൻപിൽ കണ്ടെന്ന് വന്നേക്കാം. എന്നാൽ നാം അനുസരിക്കുവാൻ തയ്യാറാണെങ്കിൽ, ആശ്രയിക്കുവാൻ തയ്യാറാണെങ്കിൽ നമ്മെ നടത്തുവാൻ, അതെ, അത്ഭുതകരമായി നടത്തുവാൻ യേശു ആഗ്രഹിക്കുന്നു. ഫിലിപ്പോസ് കൂടി വന്നിരുന്ന ബഹുപുരുഷാരത്തെ നോക്കി. കുട്ടികളും സ്ത്രീകളും കൂടാതെ 5000-ഓളം പുരുഷന്മാർ തന്നെ. ഒരു പുരുഷനോടുകൂടി ഒരു സ്ത്രീയും ഒരു കുട്ടിയും എങ്കിലും വന്നിരുന്നു എന്ന് കണക്ക് കൂട്ടിയാൽ തന്നെ 15,000-ത്തിലധികം ആളുകൾ ഉണ്ടായിരുന്നു എന്നത്രേ ഞാൻ ചിന്തിക്കുന്നത്. അക്കാലത്ത് ആ പ്രദേശത്ത് അത് ഒരു വലിയ കൂട്ടമായിരുന്നു. അവരെ കണ്ടപ്പോൾ ഫിലിപ്പോസ് ഒരു അതിശയപ്രവൃത്തിയെക്കുറിച്ച് ചിന്തിച്ചിരുന്നില്ല. 7-ാം വാക്യത്തിൽ നാം വായിക്കുന്നത്, ഫിലിപ്പോസ് അവനോട് ഓരോരുത്തർക്ക് അല്പാൽപ്പം ലഭിക്കേണ്ടതിന് 200 പണത്തിന് അപ്പം മതിയാകയില്ല എന്നുത്തരം പറഞ്ഞു. എന്താണ് ഫിലിപ്പോസ് 200 പണത്തിന് അപ്പം വാങ്ങുന്ന കാര്യം എടുത്തു പറഞ്ഞിരിക്കുന്നത്? ആ സമയം ഖജനാവിൽ ഉണ്ടായിരുന്നത് അത്രയും പണമായിരിക്കാം എന്നത്രേ എന്റെ വിശ്വാസം. ഒരുപക്ഷെ അന്ന് രാവിലെ നമ്മുടെ യൂദ തന്റെ പക്കലുള്ള പണത്തിന്റെ കണക്ക് പറഞ്ഞിരിക്കാം. ഫിലിപ്പോസ് പുരുഷാരത്തെ നോക്കി, എന്നിട്ട് ഖജനാവിലുള്ള ആ പണത്തെക്കുറിച്ച് ഓർത്തു. അനന്തരം 200 പണത്തിന് അപ്പം വാങ്ങിയാൽ ഈ പുരുഷാരത്തിന് മതിയാകയില്ല എന്ന് പറഞ്ഞു. ഇവിടെ പണം എന്ന് പറഞ്ഞിരിക്കുന്നത് റോമൻ നാണയമായ ദെനാരീസിനെ കുറിച്ചാണ്. ഒരു ദെനാരിയസ് ഒരു സാധാരണ കൂലിക്കാരന്റെ ഒരു ദിവസത്തെ കൂലിയായിരുന്നു. ശിഷ്യന്മാർ യേശുവിന് ഉപദേശം നൽകിയതായി മറ്റു സുവിശേഷങ്ങളിൽ എഴുതിയിരിക്കുന്നു. പുരുഷാരത്തെ നീ എന്തുകൊണ്ട് പറഞ്ഞയക്കുന്നില്ല എന്ന് അവർ ചോദിച്ചു. നാം അവരെ പറഞ്ഞയക്കുന്നില്ല, അവരെ ഇരുത്തി അവർക്ക് ഭക്ഷണം കൊടുക്കുവാൻ പോവുകയാണ് എന്ന് കർത്താവ് മറുപടി പറഞ്ഞു. 9-ാം അധ്യായത്തിൽ, ലൂക്കോസിന്റെ സുവിശേഷം 9-ാം അധ്യായത്തിന്റെ 12 മുതൽ 15 വരെയുള്ള വാക്യങ്ങളിൽ നമുക്കത് കാണുവാൻ സാധിക്കും. ഈ ശിഷ്യന്മാർ അവസാനം വിളമ്പിക്കൊടുക്കുന്ന സേവകരായി തീർന്നു. ആദ്യം ഉപദേശകന്മാരായിരുന്നു, ഇപ്പോഴ് വിളമ്പുകാരായി. ഇവിടെ ഒരു കാര്യം സൂചിപ്പിക്കട്ടെ. സഭകളിലും ഇതുപോലെ സ്ഥാനവും പദവിയും കാക്ഷിക്കുന്ന അനേകരെ കാണാവുന്നതത്രേ. അവർ പ്രസംഗകർക്ക് ഉപദേശം കൊടുക്കുന്നു, എന്നാൽ അവർക്ക് ആത്മീയമായി വിവേചനം അല്ലെങ്കിൽ അതുപോലെയുള്ള വിവേചനാശക്തി ഉണ്ടായിരിക്കുകയില്ല. വിശക്കുന്ന പുരുഷാരത്തിന് ജീവന്റെ അപ്പം എല്ലായ്പ്പോഴും വിളമ്പിക്കൊടുക്കേണ്ട ആളുകളാണ് ഈ പറയുന്നവർ. എന്നാൽ എല്ലായ്പ്പോഴും മറ്റുള്ളവർക്ക് ഉപദേശവും ആലോചനയും കൊടുക്കുന്നവരാണ് അവർ. അതിനാണ് അവരുടെ താല്പര്യം മുഴുവൻ. ഇവിടെ ഫിലിപ്പോസിനെ കർത്താവ് വിളിക്കുകയും ആവശ്യത്തിന് അപ്പം വാങ്ങുവാൻ മതിയായ പണം ഇല്ല എന്ന് ഫിലിപ്പോസ് മറുപടി നൽകുകയും ചെയ്തു. ഇവിടെ കർത്താവ് ചോദിച്ചതിന്റെ മറുപടിയല്ല ഫിലിപ്പോസ് പറയുന്നത്. കർത്താവ് ചോദിച്ചത് അപ്പം എവിടെ നിന്ന് വാങ്ങുമെന്നാണ്, എത്ര പണത്തിന് വാങ്ങുമെന്നല്ല. ഏത് പ്രശ്നവും പണത്തിന്റെ അടിസ്ഥാനത്തിൽ കാണുന്നവരുടെ പ്രതിനിധിയാണ് ഈ ഫിലിപ്പോസ്. ചില ആളുകൾ ഏതൊരു നല്ല കാര്യവും പണമില്ല എന്ന കാരണം പറഞ്ഞു മുടക്കും. ദൈവത്തിൽ ആശ്രയിക്കണമെന്നൊരു കാര്യമേ അവർക്കില്ല. മക്കളെ സുവിശേഷ വേലയ്ക്ക് വിടാം, പക്ഷേ എങ്ങനെ ജീവിക്കും എന്നുകൂടി പറഞ്ഞു കൊടുക്കണം. പൂർണ്ണസമയ സുവിശേഷ വേലയ്ക്ക് ഇറങ്ങാം, പക്ഷെ ഏറ്റവും നല്ല ആദായം കിട്ടുന്നിടത്ത് മാത്രമേ വിടാവൂ. ദൈവത്തോടു കൂടിയാണെങ്കിലും ദൈവത്തിൽ ആശ്രയിക്കാതുള്ള ഒരു പോക്കാണ് പലരുടെയും ഇന്നത്തേത്. ഫിലിപ്പോസും അന്ത്രയോസും ഒരുമിച്ചുണ്ടായിരുന്നതിനാൽ അന്ത്രയോസ് തുടർന്ന് സംസാരിക്കുന്നു. നാം യോഹന്നാന്റെ സുവിശേഷം 6-ാം അധ്യായത്തിന്റെ 8ഉം 9ഉം വാക്യങ്ങളിൽ കാണുവാൻ സാധിക്കുന്നത്, ശിഷ്യന്മാരിൽ ഒരുത്തനായി ശിമോൻ പത്രോസിന്റെ സഹോദരനായ അന്ത്രയോസ് അവനോട്, ഇവിടെ ഒരു ബാലകനുണ്ട്, അവന്റെ പക്കൽ 5 യവത്തപ്പവും 2 മീനുമുണ്ട്, എങ്കിലും ഇത്ര പേർക്ക് അത് എന്തുള്ളൂ എന്ന് പറഞ്ഞു. പുരുഷാരത്തിനിടയിൽ അന്ത്രയോസ് ഒരു പരിവേഷണമൊക്കെ നടത്തിയതായി കാണാം. അന്ത്രയോസിനെയും ഫിലിപ്പോസിനെയും അവിടെയും ഒരുമിച്ച് നാം കാണുന്നു. ഫിലിപ്പോസ് പറയുന്നത് അവരുടെ ഖജനാവിലെ പണത്തിന് അപ്പം വാങ്ങിയാൽ അത് മതിയാവുകയില്ല എന്നാണ്.
അന്ത്രയോസ് പറയുന്നത് ഒരു ബാലകന്റെ പക്കൽ താൻ കണ്ടെത്തിയത് വെറും 5 അപ്പവും 2 മീനും മാത്രമാകുന്നു എന്നാണ്. ഇത് ചെറിയ അപ്പവും ആയിരുന്നു. അന്ത്രയോസിന് ചെയ്യുവാൻ കഴിഞ്ഞത് അത്രമാത്രമായിരുന്നു. ഇത് ഇത്ര വലിയ പുരുഷാരത്തിന് എന്തുള്ളൂ? ഫിലിപ്പോസും അന്ത്രയോസും സംശയാലുക്കളാണ്. വൈഷമ്യത്തിന്റെ ആധിക്യത്തെക്കുറിച്ച് ഫിലിപ്പോസും കൈവശമുള്ളതിന്റെ നിസാരതയെക്കുറിച്ച് അന്ത്രയോസും വ്യാകുലപ്പെടുന്നു. ആവശ്യത്തിനുള്ള അപ്പമോ പണമോ അവർക്കില്ലെങ്കിലും ആവശ്യം പരിഹരിക്കുവാൻ പ്രാപ്തനായ ഒരു നല്ല കർത്താവ് അവർക്കുണ്ട് എന്ന് അവർ ഓർക്കുന്നില്ല. ഓർക്കുക, മാനുഷിക അപര്യാപ്തത പലപ്പോഴും ദൈവശക്തി പ്രദർശിപ്പിക്കാനുള്ള അവസരമാണ്. തങ്ങൾക്കെല്ലാം സമൃദ്ധിയായിട്ടുണ്ട് എന്ന ചിന്തയാണ് പലരെയും ദൈവത്തിൽ ആശ്രയിക്കുവാൻ സമ്മതിക്കാത്തത്. അതുകൊണ്ടാണ് ആവശ്യം വരുമ്പോൾ മാത്രം പ്രാർത്ഥന, ആവശ്യം വരുമ്പോൾ മാത്രം ഭക്തി. എല്ലാം കൊണ്ടും തികഞ്ഞവരാണെങ്കിൽ പിന്നെ ദൈവത്തെ എന്തിനാണ്? വേറൊരു കൂട്ടർ സംശയിക്കുകയാണ്, ഈ ഒന്നിനും കഴിവില്ലാത്ത എന്നെ ദൈവം എങ്ങനെ ഉപയോഗിക്കുവാനാണ് എന്ന ചിന്ത. എന്റെ കൈവശം ആകെയുള്ളത് ഈ ദരിദ്രമായ വകകൾ മാത്രമാണ്, 5 അപ്പവും 2 മീനും. എന്റെ പരിമിതികൾ വളരെയാണ്. പക്ഷേ സഹോദരി, പ്രിയ സഹോദര, താങ്കൾ വിശ്വാസത്തോടെ ഉള്ളത് സമർപ്പിക്കുമെങ്കിൽ ബഹുപുരുഷാരത്തിന് തൃപ്തി വരുത്തുന്ന ഒരു ജീവിതമായി താങ്കളുടെ ജീവിതം തീർക്കുവാൻ കർത്താവ് മതിയായവനാണ്. താങ്കൾ ആരുടെ കയ്യിൽ ജീവിതം സമർപ്പിക്കുന്നു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. 10-ാം വാക്യം നോക്കിക്കാട്ട്. ആളുകളെ ഇരുത്തുവീൻ എന്ന് യേശു പറഞ്ഞു. ആ സ്ഥലത്ത് വളരെ പുല്ലുണ്ടായിരുന്നു. 5000-ഓളം പുരുഷന്മാർ ഇരുന്നു. ഈ സംഭവത്തിൽ അവിടെ 5000-ഓളം പുരുഷന്മാർ ഇരുന്നു എന്ന് വായിക്കുന്നു. ഓരോ പുരുഷന്റെ കൂടെയും ഒരു സ്ത്രീയും ഒരു കുട്ടിയും ഉണ്ടായിരുന്നു എന്ന് കണക്കാക്കിയാൽ തന്നെ 15,000-ഓളം ആളുകൾ ഉണ്ടായിരുന്നു എന്ന് കരുതാവുന്നതത്രേ. അത്ര വലിയ പുരുഷാരത്തെ യേശു പോഷിപ്പിക്കുവാൻ പോകുകയാണ്. ഇവിടെ വളരെ ശ്രദ്ധേയമായ ഒരു കാര്യം കാണുവാൻ കഴിയും. മാനുഷികമായ രീതിയിൽ ഇത്രമാത്രം ജനങ്ങളെ 5 അപ്പവും 2 മീനും അല്ലെങ്കിൽ 200 പണവും മാത്രം കൈവശമുള്ളപ്പോൾ പോഷിപ്പിക്കുക അസാധ്യമായ കാര്യമാണ്. എന്നാൽ ഒരു കാര്യം ശ്രദ്ധിക്കുക, യേശുവിനെയാണ് നമുക്ക് ആ സാഹചര്യത്തിൽ ആവശ്യം. 5 അപ്പവും 2 മീനും യേശുവും ഉണ്ടെങ്കിൽ നിങ്ങളുടെ പക്കൽ ആവശ്യമുള്ളതെല്ലാം ഉണ്ട് സുഹൃത്തെ. എന്നാൽ യേശുവിനെ കൂടാതെ നിങ്ങൾക്ക് യാതൊന്നും തന്നെ ഇല്ല എന്നതാണ് വാസ്തവം. അത്ഭുതം കാണണമെന്നുണ്ടെങ്കിൽ താങ്കളുടെ പ്രവർത്തന പരിപാടികളിൽ യേശു ഉണ്ടായിരിക്കേണ്ടതത്രേ. അവനെ കൂടാതെയുള്ള പദ്ധതികളും പരിപാടികളും പരാജയപ്പെടുകയുള്ളൂ. മനുഷ്യബുദ്ധിക്ക് അസാധ്യമായ കാര്യങ്ങൾ യേശുവിനോടുകൂടെ അത്ഭുതകരമായ രീതിയിൽ സാധ്യമായി തീരും. പ്രിയ സഹോദര സഹോദരി, താങ്കളുടെ പ്രവർത്തന മണ്ഡലങ്ങളിൽ, താങ്കളുടെ കാര്യപരിപാടികളിൽ യേശുവിന് സ്ഥാനമുണ്ടോ? യേശു താങ്കളോടൊപ്പം ഉണ്ടെങ്കിൽ താങ്കളുടെ പ്രവർത്തനം ഫലപ്രദമായി തീരുമെന്ന കാര്യത്തിൽ സംശയമില്ല. പുരുഷാരത്തെ ഇരുത്തുവാൻ യേശു ശിഷ്യന്മാരോട് കൽപ്പിക്കുകയും അവർ ഇരിക്കുകയും ചെയ്തു. അവർ പന്തിയായി ഇരുന്നു എന്ന് മർക്കോസിന്റെ സുവിശേഷത്തിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട്. യേശു ചെയ്തതൊക്കെയും ഉചിതമായും ക്രമമായും ഭംഗിയായുമാണ് ചെയ്തിട്ടുള്ളത്. അവർ നിരനിരയായി ഇരുന്ന് ഭക്ഷിക്കുന്നത് കാണാനും വളരെ ഭംഗിയുള്ള കാഴ്ചയായിരുന്നു എന്നത്ര ഞാൻ ചിന്തിക്കുന്നത്. 11 മുതൽ 13 വരെയുള്ള വാക്യങ്ങളിൽ നാം കാണുന്നത് 11 മുതൽ. പിന്നെ യേശു അപ്പം എടുത്തു വാഴ്ത്തി ഇരുന്നവർക്ക് പങ്കിട്ട് കൊടുത്തു. അങ്ങനെ തന്നെ മീനും വേണ്ടുന്നിടത്തോളം കൊടുത്തു. അവർക്ക് തൃപ്തിയായ ശേഷം അവൻ ശിഷ്യന്മാരോട്, ശേഷിച്ച കഷണം ഒന്നും നഷ്ടമാക്കാതെ ശേഖരിപ്പീൻ എന്ന് പറഞ്ഞു. 5 യവത്തപ്പത്തിൽ തിന്ന് ശേഷിച്ച കഷണം അവർ ശേഖരിച്ചു. 12 കൊട്ട നിറച്ചെടുത്തു. ഇവിടെ ഒരത്ഭുതം നടന്നു. നിങ്ങളുടെ കൈവശം എന്തുണ്ടോ അതോടൊപ്പം യേശുവും കൂടെ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ആവശ്യത്തിലധികം ഉണ്ടായിരിക്കും. 12 കൊട്ട അധികം വന്നത് ശേഖരിച്ചെടുത്തു എന്ന് നാം വായിക്കുന്നു. ഉപയോഗിച്ച ശേഷം കളഞ്ഞ സാധനമല്ല, കടിച്ചു മുറിച്ച് കളഞ്ഞ സാധനമല്ല, ഉപയോഗിക്കാത്തത് തന്നെ 12 കൊട്ട ആഹാര സാധനം ശേഷിച്ചിരിക്കുന്നു. പുരുഷാരം മതിയാകുവോളം ഭക്ഷിച്ചു എന്നത്രേ അതിന്റെ അർത്ഥം. അക്കാലത്ത് ആ പ്രദേശത്തെ ജനങ്ങൾ വളരെ വിശപ്പുള്ളവരായിരുന്നു. ആവശ്യത്തിന് ഭക്ഷണം കിട്ടുമായിരുന്നില്ല. ആ കൂട്ടത്തിൽ തങ്ങളുടെ ജീവിതത്തിൽ ആദ്യമായി വയറു നിറയെ ആഹാരം കഴിച്ച് തൃപ്തി വന്ന അനേകർ കണ്ടെന്നിരിക്കാം.
യേശു എന്തെങ്കിലും ചെയ്യുമ്പോൾ ഭംഗിയായി നിവർത്തിക്കുന്നു എന്നത്രേ ഇതിൽ നിന്നും നമുക്ക് കാണുവാൻ കഴിയുന്നത്. 14 15 വാക്യങ്ങൾ കൂടി നോക്കാം. അവൻ ചെയ്ത അടയാളം ആളുകൾ കണ്ടിട്ട്, ലോകത്തിലേക്ക് വരുവാനുള്ള പ്രവാചകൻ ഇവനാകുന്നു സത്യമെന്ന് പറഞ്ഞു. അവർ വന്ന് തന്നെ പിടിച്ച് രാജാവാക്കുവാൻ ഭാവിക്കുന്നു എന്ന് യേശു അറിഞ്ഞിട്ട് പിന്നെയും തനിച്ച് മലയിലേക്ക് വാങ്ങിപ്പോയി. യേശു അതിശയം പ്രവർത്തിക്കുന്ന ആളായതുകൊണ്ടാണ് അവർ അവനെ അനുഗമിച്ചത്. പുരുഷാരത്തിൽ നിന്ന് ഓടി മാറുവാൻ യേശുവിന് മറ്റൊരതിശയം പ്രവർത്തിക്കേണ്ടതായി വന്നു എന്നത്ര ഞാൻ വിശ്വസിക്കുന്നത്. അവർ യേശുവിനെ രാജാവാക്കണമെന്ന താല്പര്യത്തോടുകൂടെ മുൻപോട്ട് വരുന്നു. അതുകൊണ്ടാണ് അവരിൽ നിന്ന് യേശു ഒഴിഞ്ഞു മാറിപ്പോയത്. അവൻ രാജാവല്ലേ എന്ന് ചിലർ ചോദിച്ചേക്കാം. അതെ, അവൻ രാജാവായി പിറന്നവനാണ് എന്ന കാര്യം സത്യമത്രേ. എന്നാൽ ഈ പറയുന്ന മാർഗത്തിൽ കൂടിയല്ല അവൻ രാജസ്ഥാനത്ത് വരുന്നത്. എന്നെ ശ്രദ്ധിക്കുന്ന പ്രിയ സുഹൃത്തെ, താങ്കളുടെ ജീവിതത്തിൽ യേശുവിന്റെ കരങ്ങളിലേക്ക് താങ്കൾക്കുള്ളവയെ സമർപ്പിച്ചിട്ടുണ്ടോ? ജീവിതത്തെ യേശുവിൻ്റെ കരങ്ങളിലേക്ക് സമർപ്പിക്കൂ. അവൻ അതിനെ അനുഗ്രഹമാക്കും. ഇന്നത്തെ പഠനം നിങ്ങൾക്ക് അനുഗ്രഹപ്രദമായിരുന്നു എന്ന് വിശ്വസിക്കട്ടെ. പ്രാർത്ഥിക്കാം. കർത്താവേ, അവിടുന്ന് ഞങ്ങളുടെ കൈവശം തന്നിട്ടുള്ളതൊക്കെ അവിടുത്തെ നാമത്തിൻ്റെ മഹത്വത്തിനും മറ്റുള്ളവരുടെ അനുഗ്രഹത്തിനുമായി നൽകുവാൻ അവിടുന്ന് ഞങ്ങൾക്ക് കൃപ നൽകണമേ. ഇന്ന് ഈ വചനം കേട്ട എല്ലാവരെയും അവിടുന്ന് അനുഗ്രഹിക്കണമേ. യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ തന്നെ ആമേൻ. ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. അടുത്ത ക്ലാസ്സിൽ നാം വീണ്ടും കാണുന്നത് വരെ ദൈവ സാന്നിധ്യം നിങ്ങളോട് കൂടെ ഉണ്ടായിരിക്കുമാറാകട്ടെ.